കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 200-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു നാടോടെ പ്രകൃതി തുടച്ചു മാറ്റിക്കളഞ്ഞിരിക്കുന്നു. വയനാട് കേരളത്തിൻ്റെ ഉച്ചപ്രദേശങ്ങളിൽ ഒന്നാണ്. ഇത് പടിഞ്ഞാറ് കൽപ്പറ്റ ജില്ല, തെക്ക് മൈസൂർ, തെക്ക് പടിഞ്ഞാറ് ഗദഗോ, വടക്ക് നിൽക്കുന്നു. വയനാട് ഒരു ഉയർന്ന മഴപ്രാന്ത പ്രദേശമാണ്. ശക്തമായ മഴ പതിവായി കാണപ്പെടുന്നു. മഴ മൂലം മണ്ണിൻ്റെ അന്തരീക്ഷം മൃദുവായി ഉരുൾപൊട്ടലിന് കാരണമാകാം. അതുപോലെ വയനാടിൻ്റെ പരവതാനിയായ പ്രദേശങ്ങൾ ഭൂമിശാസ്ത്ര പർവ്വതങ്ങൾ, മലകൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ്. ഈ പ്രദേശങ്ങളിൽ മണ്ണിൻ്റെ സ്ഥിരത കുറവാണ്. പ്രത്യേകിച്ചും കനം കുറഞ്ഞ മണ്ണിൽ കൃഷിയിടങ്ങൾക്കും വയലുകൾക്കും വേണ്ടിയുള്ള മണ്ണിനുള്ള കൃത്രിമ മാറ്റങ്ങൾ മണ്ണിൻ്റെ സ്ഥിരതയെ കുറയ്ക്കുന്നു. ഇത് ഉരുൾപൊട്ടലിന് വഴിയൊരുക്കുന്നു. മണ്ണിൻ്റെ ഘടനയും ചെളിയും അടിവാദവുമായി ചേർന്ന പാറകളും വളരെ വേഗത്തിൽ തകർന്നു പോകാനിടയുണ്ട്. മനുഷ്യപ്രവർത്തനങ്ങളും റോഡുകൾ, കെട്ടിടങ്ങൾ, റിസോർട്ടുകൾ എന്നിവയുടെ നിർമ്മാണം വയനാടിൻ്റെ മണ്ണിൻ്റെ നിൽപ്പുശക്തി കുറയ്ക്കുന്നുണ്ട്. ഇത് ഉരുൾപൊട്ടലിന് കാരണമാകുന്നു. വനങ്ങൾ മണ്ണിൻ്റെ താങ്ങുശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ വനനശീകരണം ഈ താങ്ങുശക്തി കുറയ്ക്കുകയും ഇത് ഉരുൾപൊട്ടലിന് കാരണവുമാകുന്നു. ഈ ഘടകങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടലുകൾക്ക് വളരെ സാധ്യത ഉയർന്നു വന്നു. മുണ്ടക്കൈ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. പർവ്വതശ്രേണികളോടും കാണുകളോടും ചേർന്ന് കാണപ്പെട്ടിരുന്ന ഒരു ഗ്രാമം. ഈ പ്രദേശം കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിലൊന്നായിരുന്നു. ഒരു ദിവസം കൊണ്ട് നമുക്ക് മുന്നിൽ നിന്നും മാഞ്ഞുപോയ ഒരു ഗ്രാമം. മുണ്ടക്കയത്തിൻ്റെ ഭൂമിശാസ്ത്രഘടന വളരെ സങ്കീർണവും വീക്ഷണപരവുമാണ്. മുണ്ടക്കൈ ഒരു പർവ്വത പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഉയർന്ന മലനിരകൾ കാണപ്പെടുന്നു. ഇത് ഉരുൾപൊട്ടലിന് അനുകൂലമായ സാഹചര്യമാണ്. മുണ്ടക്കൈയിൽ മണ്ണിൻ്റെ ഘടന സങ്കീർണമായിരിക്കുന്നു. താണുനിലച്ച മണ്ണും പാറകളുമാണ് പ്രധാനമായും ഇവിടെ കാണപ്പെടുന്നത്. മഴയുള്ള കാലങ്ങളിൽ ഈ മണ്ണിൻ്റെ നിൽപ്പ് ശക്തി കുറയുന്നത് ഉരുൾപൊട്ടലിന് കാരണമാകുന്നു. മുണ്ടക്കൈ പ്രദേശത്ത് കനത്ത മഴ പതിവാണ്. ഇതുമൂലം മണ്ണിൽ ജലസേചനം കൂടുതലായിരിക്കുന്നു. ഇത് മണ്ണിൻ്റെ സ്ഥിരത കുറയ്ക്കുന്നു. മലകൾക്കും താഴ്വാരങ്ങൾക്കുമിടയിൽ നിന്നും ഉയർന്ന മണ്ണും ചെളിയും അടങ്ങിയ പ്രദേശമാണ് മുണ്ടക്കൈ. ഇത് മഴക്കാലത്ത് മണ്ണിൻ്റെ സ്വഭാവം മാറ്റുന്നു. പ്രദേശത്ത് വനനശീകരണം മൂലം മണ്ണിൻ്റെ നിൽപ്പ് ശക്തി കുറയുകയും ഇത് ഉരുൾപൊട്ടലിന് കാരണവുമാകുന്നു. എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. 40% കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളിൽ മണ്ണിൻ്റെ കനം വളരെ കുറവായിരിക്കും. ഉള്ളിലുള്ള മണ്ണിൻ്റെ വോളിയവും കുറവായിരിക്കും. അതോടൊപ്പം കുറഞ്ഞ സമയത്തിൽ ഒരു സ്ഥലത്തിന് താങ്ങാവുന്നതിലുമധികം പ്രവചനാതീതവുമായ മഴ, അതായത് റെഡ് അലർട്ടിന് മുകളിലുള്ള മഴയാണ് അവിടെ പെയ്തിരിക്കുന്നത്. അതോടൊപ്പം മണ്ണിളക്കം ഇവ മൂലമാണ് മണ്ണിടിച്ചിലായി ഇത്രയും വലിയ ദുരന്തമുണ്ടായത് എന്നാണ് വിദഗ്ധർ പറയുന്നത്.